പല സ്ഥലങ്ങളിലും പ്രത്യക്ഷമായിട്ട് BJP കാണുന്നില്ല. പലയിടത്തും എന്തുകൊണ്ടൊക്കെ ഞാൻ പറയുന്നില്ല, എന്തുകൊണ്ടും ആകാം. പക്ഷെ BJP മിക്ക സ്ഥലങ്ങളിലും, അവർ രംഗത്തുള്ള പല സ്ഥലങ്ങളിലും വൻതോതിൽ മദ്യം ഒഴുക്കാൻ നീക്കം നടക്കുന്നുണ്ട്. മദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പണവും വരും. അതിന് BJPക്ക് ക്ഷാമമില്ല. കഴിഞ്ഞ ഇലക്ഷൻ കാലത്തും എല്ലാവരും കണ്ട കാഴ്ചയാണ്. കുഴൽപ്പണം ഇവിടെ ഒഴുകിയെത്തി. എന്നാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത്. BJPയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ആ കൊള്ളയെന്ന് മാധ്യമങ്ങളും ജനങ്ങളും പലവട്ടം പറയുകയുണ്ടായി. അതേപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഇപ്പോഴും പുറത്തുവരാൻ ബാക്കിയാണ്. അതുകൊണ്ട് BJPക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കാണ്, വ്യാജമദ്യത്തിൻ്റെ കുത്തൊഴുക്കാണ്. അതെല്ലാം ഇത്തവണയും നിർബാധം ഒഴുക്കി ഇലക്ഷൻ ഫലത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് അവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നടക്കില്ല. BJPയുടെ എല്ലാ അടവുകളും ഇത്തവണ തോൽപ്പിക്കപ്പെടും. വീണ്ടും BJPയുടെ പതിവുള്ള UDF ബന്ധവും ഇത്തവണയും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതൊന്നും BJPക്കോ UDFനോ തുണയാകാൻ പോകുന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം LDFൻ്റെ വിജയത്തിൻ്റെ മാറ്റം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനിയും ചോദ്യങ്ങൾ പലതും ബാക്കിയാണ്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രതികൾക്ക് ഈ കുറ്റം ചെയ്യാൻ ആരാണ് തുണയായത്? ആരുടെ പിൻബലമാണ് അവർ സഹായിച്ചത്? അവർക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയുള്ളൂ. തൽക്കാലം കോടതി അവരെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇതിനപ്പുറവും കോടതി ഉണ്ടല്ലോ, വിചാരണയും ഉണ്ടാകും. അത്തരം കോടതിയിലും ആ വിചാരണ വേളയിലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇതിൻ്റെ പുറകിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. സിനിമ ഏറ്റവും ജനപ്രിയമായ കലാരംഗമാണ്. ഇവിടുത്തെ സ്ത്രീ സാന്നിധ്യം യാഥാർത്ഥ്യമാണ്. ആ സ്ത്രീകൾ സിനിമാ ലോകത്ത് സുരക്ഷിതരല്ല. പല പേരും പറഞ്ഞുകൊണ്ട് സിനിമയിലേക്ക് എത്തിപ്പെടുന്ന പ്രതിഭാസമ്പന്നരായ സ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും ഇനിയിപ്പോൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഏറെക്കാലം അത് മറവിലായിരുന്നു, അത് പുറത്തു വന്നു. അതുകൊണ്ട് കേരളം അഭിമാനപൂർവ്വം അതിജീവിതയെ മാനിക്കുന്നു. അതിജീവിതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും, എവിടെയും തലകുനിക്കാതെ നടത്തിയ ആ സമരത്തിൻ്റെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്നും നാളെയുമായിരിക്കും, ഭാവിയിലും അങ്ങനെയായിരിക്കും. സ്ത്രീകളില്ലാത്ത സിനിമയില്ല. സ്ത്രീകൾക്കവിടെ കിട്ടേണ്ട അംഗീകാരമുണ്ട്, അഭിമാനബോധമുണ്ട്, സുരക്ഷയുണ്ട്. അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടുന്നു. ആണഹങ്കാരവും അധികാരവും ചേർന്നുകൊണ്ട്, ആണധികാരവും ആണഹങ്കാരവും ചേർന്നുകൊണ്ട്, പണവും ഹുങ്കും ചേർന്നുകൊണ്ട് സ്ത്രീകളെ ചവിട്ടിത്തേക്കുന്ന നീചപ്രവൃത്തികളുടെ കേന്ദ്രമായിട്ട് സിനിമ അധപ്പതിക്കാൻ പാടില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ചു പറയുന്നു, ഇന്നും നാളെയും പാർട്ടി അവരുടെ കൂടെയായിരിക്കും.